ഹലോ വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കളമശ്ശേരിയിലെ റോക്കൽ ഗാർഡൻസിലാണ്. ഇന്ന് നല്ല യമ്മി ടേസ്റ്റി ഡെലിഷ്യസ് ആയിട്ടുള്ള 2 വെജിറ്റേറിയൻ വിഭവങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് 10 നിമിഷത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന 2 വെജിറ്റേറിയൻ ഡിഷാണ്. ഇത് ചോറിൻ്റെ കൂടെയും അങ്ങനെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. എന്തായാലും ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ദീപക് മേനൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അകത്തേക്ക് പോകാം. ദീപക് മേനൻ ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഇന്നൊരു വളരെ രുചികരമായ 2 വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണിത്? 2 ഐറ്റംസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ട് പാൽക്കറി, വെണ്ടയ്ക്ക കൊണ്ട് പാൽക്കറി, പിന്നെ കോളിഫ്ലവർ കൊണ്ടൊരു ഡിഷ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ്, കോളിഫ്ലവർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഈ 2 ഡിഷുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അകത്തേക്ക് പോകാം അല്ലേ? എല്ലാം റെഡിയാണ്. അപ്പം നമ്മൾ കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പാൽക്കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിതിന് വേണ്ടത് വെണ്ടയ്ക്ക മെയിനായിട്ട്. തീർച്ചയായും 10-12 വെണ്ടയ്ക്ക നമ്മൾ സ്ലാൻഡായിട്ട് അരിഞ്ഞിരിക്കണം. ഓക്കെ, ചെറിയ പീസസ് അല്ല, നീളത്തിന് തന്നെ മുറിച്ചിരിക്കണം. ഓക്കെ. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള, അത് നീളത്തിൽ അരിഞ്ഞിരിക്കണം. പിന്നെ വേണ്ടത് 5-6 പച്ചമുളക്. പിന്നെ ഇതിന് വേണ്ടൊരു ഇലയുണ്ട്, റംബ എന്നുള്ള ഇല, അത് ചെറിയ പീസായിട്ട് ഇതിലേക്ക് ഇടണം. പിന്നെ നാരങ്ങ, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ നാളികേരപ്പാൽ, അത് ഉലുവ, ഫെനുഗ്രീക്ക്, അതും കുറച്ച് ഇടുന്നുണ്ട് ടേസ്റ്റിന്. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്ക്, ഇത് 1-ാം പാല്. പിന്നെ ഇത് ബാക്കിയുള്ള പാല്. ഇപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ഒഴിക്കുന്നത്. 2-ാം പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് എടുക്കാറാവുമ്പോഴത്തേക്ക് 1-ാം പാല് നമ്മൾ യൂസ് ചെയ്യും. ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം കത്തിക്കാം. അടുപ്പ് കത്തിച്ചു, ചെയ്തു തുടങ്ങുവാണ്. ഇത് വളരെ സിമ്പിൾ ആയിരിക്കും തോന്നുന്നു കേട്ടോ. നമ്മളിതിന് തേങ്ങാപ്പാലാണ് മെയിൻ. പിന്നെ വെണ്ടയ്ക്ക. പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഓയിൽ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം കോക്കനട്ട് ഓയിൽ കുറച്ച് ഒഴിക്കണം, വെളിച്ചെണ്ണ. അപ്പോൾ ഇതിന് വേണ്ട വെണ്ടയ്ക്ക നമ്മൾ എടുക്കണം. ഒരു 10-12 മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി, ഇനി ഇതിലേക്ക് ഇടുന്നു. ഒന്ന് വഴറ്റണം, ഒരു 2-3 മിനിറ്റ് വഴറ്റണം, ഒന്ന് വാടണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്കാണ് നമ്മൾ വെണ്ടയ്ക്ക, ഒരു 10-12 നമ്പേഴ്സ്, നല്ല ക്ലിന്ത് ആയിട്ടുള്ള വെണ്ടയ്ക്ക വേണം. മൂത്തതായ അതിൻ്റെ ഇത് ശരിയാവില്ല. അപ്പോൾ നല്ല ടെൻഡർ ആയിട്ടുള്ള കിളിന്ത് ലേഡീസ് ഫിംഗർ. ഇനി നമ്മൾ സവാള, ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് ഒന്ന് വഴറ്റുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിൽ വേറെ മുളക് പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ ഈ പച്ചമുളക് ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് നമ്മൾ ഒരു 7-8 പച്ചമുളക് നടുവേ കീറിയത് യൂസ് ചെയ്യുന്നു. വേറെ പൊടികൾ ഇല്ല, മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ റംബ ചേർക്കണം. റംബ ഇല, ഒരു ചെറിയ കഷ്ണം റംബ ഇല, അത് ഫ്ലേവറിന്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിൽ നമ്മൾ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞ വെണ്ടയ്ക്ക നമ്മൾ ഇട്ടു, വഴറ്റി. പിന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടു, ഒരു 7-8 പച്ചമുളക്, പിന്നെ റംബായ നന്നായി വഴറ്റി. ഇനി നമ്മൾ ഇത് വേവണമല്ലോ, അതിനു വേണ്ടി 2-ാം പാലല്ലേ? 2-ാം പാൽ. ഇത് എത്ര കപ്പ് ഉണ്ടാവും? ഇത് ഒരു 2 കപ്പ് നമ്മൾ ചേർക്കുന്നു. മുഴുവൻ ഒഴിക്കുകയാണല്ലേ? മുഴുവൻ ഒഴിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് ഉലുവ, അധികമാവരുത്, കുറച്ച്. ആദ്യം മഞ്ഞപ്പൊടി ഇടുന്നു, ഒരു 1/4 ടീസ്പൂൺ, ഒരു കളറിന്. കളർ മാത്രമല്ല, ഇതിന് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു നുള്ള ഉലുവ, മഞ്ഞൾപ്പൊടി. ഉപ്പ് നമ്മളിപ്പോൾ ഇടുന്നില്ല.
നമ്മൾ ഒന്നാം പാല് ഒഴിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഉപ്പിട്ടാൽ മതി. ആ. ഇനി ഇത് നമ്മളൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കുന്നു. ഒരു 5 മിനിറ്റ് വേവണം. ഓക്കെ, എന്തോട്ടെ തീ താത്തിയിട്ട് അടച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്തൊക്കെ ചെയ്ത്? വെളിച്ചെണ്ണ ഒഴിച്ചു, ലേഡീസ് ഫിംഗർ ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഒരു 7-8 എണ്ണം നീളത്തിൽ കീറിയത്, റംബ ഇല ഒരു ചെറിയ കഷ്ണം ചീന്തി ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി അല്ല രണ്ടാം പാൽ ഒഴിച്ചു. രണ്ടാം പാൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉലുവ ഇട്ടു, എന്നിട്ട് അടച്ചു വെച്ചു ചെറിയ തീയിൽ. ഇത് എത്ര നേരം? ഒരു 5 മിനിറ്റ് വേവണം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം. രണ്ടാം പാൽ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് കുറച്ച് ഇടുന്നു. ഇത്രയും പോരെ? ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കണ്ടില്ലേ, കളറൊക്കെ അങ്ങോട്ട് മാറി. പച്ച കളറും മഞ്ഞ കളറും കൂടി ചേർന്ന് ഒരു അടിപൊളി കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കണം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇത് തിളക്കരുത്. ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ ഓഫ് ചെയ്യട്ടെ. ആയി അല്ല, ഓഫ് ചെയ്യാറായിട്ടില്ല, ഒന്ന് ചൂടാവണം. ഒന്ന് ചൂടായിട്ട് അപ്പോഴേക്കും ഓഫ് ചെയ്യണം. തിള വരരുത്. ഇനി നമ്മൾ നാരങ്ങ ഒഴിക്കണം. ഇനി നാരങ്ങ. അപ്പൊ അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു 1/2 ടീസ്പൂൺ നാരങ്ങ, ചെറുനാരങ്ങ ഒഴിക്കണം. 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ. കഴിഞ്ഞു. ഡൺ. ക്ലോസ് ഇറ്റ്. പാൽക്കറി റെഡിയായി. ഇത്രയും പെട്ടെന്നാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. എന്തായാലും അതിന് നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. അവസാനം നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, നമ്മളിത്തിരി ഉപ്പിട്ടു. ഒന്നാം പാല് തിളക്കരുത്, തിള വരരുത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഒന്നാം പാല് ഇട്ട് കഴിഞ്ഞിട്ട് തിള വരരുത്. പിന്നെ നാരങ്ങ നീര് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് നമ്മൾ ഇതിൽ പിഴിഞ്ഞു. നാരങ്ങ നീര് ടേസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യോ ചേട്ടാ? നമ്മൾ ചോറൊക്കെ വേണ്ട, ചോറിലിട്ട് കഴിക്കാമല്ലോ. ആദ്യം എല്ലാം ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ടേസ്റ്റ്. ജസ്റ്റ് കുറച്ച് ഉള്ളിയൊക്കെ ഇടും. പ്രിലിമിനറി ടേസ്റ്റ് ആയിരിക്കും അല്ലേ? പ്രിലിമിനറി ടേസ്റ്റ്. ഉള്ളിയൊക്കെ ഇട്ടു. താങ്ക് യു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് വെണ്ടയ്ക്ക പാൽ കറി. ചോറിൻ്റെ കൂടെ ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ച് ഒരു പോളിംഗ് നടത്തിയാൽ അടിപൊളിയായിരിക്കും. ദോശയുടെ കൂടെ നല്ലതാണ്. ദോശ ഒന്നും വേണ്ട, എനിക്ക് ചോറ് മതി. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കണം. അപ്പോൾ ദോശ, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. ആ തേങ്ങ പിഴിയണം, അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്നാം പാല് രണ്ടാം പാല് എടുക്കണം. അതല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു കഷ്ണം കൂടി ഇടും. എന്നിട്ട് അടുത്ത ഡിഷ് എന്തായിരുന്നു? കോളിഫ്ലവർ വെച്ചത്. കോളിഫ്ലവർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ്. വെജിറ്റേറിയൻ ഡിഷിൻ്റെ ടേസ്റ്റ് തനിയാണ് അല്ലേ? അത് കഴിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ചിക്കൻ കഴിക്കുന്ന ആ ടേസ്റ്റ് അല്ലല്ലോ. കറക്റ്റ് അല്ലേ? അപ്പൊ തിള വരരുത്, അതാണ് മെയിൻ. ഒന്നാം പാൽ ഒഴിച്ചിട്ട് അപ്പൊ നമുക്ക് അടുത്ത ഡിഷിലേക്ക് കിടക്കാം. അപ്പോൾ എന്തൊക്കെ ആവശ്യമുള്ള സാധനം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ എന്താ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതാണ്? ഇനി നമ്മൾ അടുപ്പത്ത് ഇത് തീ കത്തിച്ചിട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഓയിൽ റിഫൈൻഡ് ഓയിലാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ട റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ. അത് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. ഇനി നമ്മൾ ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇടണം. 2 കുഞ്ഞു സവാള അല്ലേ? 2 കുഞ്ഞു സവാള. അപ്പൊ ഇതിൽ ഉപ്പ് എപ്പോഴാ? ഉപ്പ് നമ്മൾ കോളിഫ്ലവർ ഇട്ട ശേഷം ഇടുന്നുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ കോളിഫ്ലവർ ഇതിലേക്ക് ഇടുന്നു.
ഉണ്ടാക്കാവുന്ന ഡിഷാണ്. ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പം അപ്രതീക്ഷിതമായി ആരെങ്കിലും കടന്നു വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ടയേർഡായിട്ട് കുക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതായിട്ട് വന്നാൽ നമുക്ക് പറ്റുന്ന ഒരു ഡിഷാണ്. അതെ. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ചില സംഗതികൾ ചേർക്കണം. അപ്പോൾ ഏതാണ്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി എത്ര? ഒരു 1/4 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ പാകത്തിന് അടച്ചു വെക്കണു. തീ താത്തി അടച്ചു വെക്കണു വേവാൻ. നമ്മൾ അടച്ചു വെക്കാൻ പോവാണ് ഒരു 5 മിനിറ്റ് അല്ലേ? അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഡിഷായ കോളിഫ്ലവർ കൊണ്ടിട്ടുള്ള കോളിഫ്ലവർ കൊണ്ടുള്ള ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യം ഉണ്ടായിരുന്ന സാധനങ്ങൾ നമ്മൾ ആദ്യം റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തു, ഒരു 4 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മളൊരു 2 സവാള സ്ലൈസ് ലെങ്ത് വൈസ് തിന്നായിട്ടായിരിക്കും. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു, ഒരു 7-8 എണ്ണം. എരിവ് ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതലാവാം. പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, പിന്നെ കോളിഫ്ലവർ ഇട്ടു. മെയിൻ ഐറ്റം കോളിഫ്ലവർ. ഇത്രേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമ്മൾ കോളിഫ്ലവർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക്, ഉള്ളി, റിഫൈൻഡ് ഓയിൽ ഇതൊക്കെ ഇട്ടു നമ്മളിപ്പോൾ അടച്ചു വെച്ചിരിക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിരിക്കണം. നന്നായി വെന്തിട്ട് ഒന്ന് വരട്ടിയ പോലെ ഫ്രൈ ആയിട്ട് നമ്മൾ വരട്ടു. അതിനെ ഇത്രേ ഉള്ളൂ വരട്ടിൽ. അത് ഇനി വരണ്ടു വയ്ക്കുള്ളൂ അല്ലേ? ഇനി വരണ്ടോളൂ. ഉപ്പുണ്ട്, എരിവുണ്ട്, പച്ചമുളകിൻ്റെ എരിവ് വരുന്നുണ്ട് കറക്റ്റായിട്ട്. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇപ്പോഴും, ബിക്കോസ് ആ ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കില്ലേ, അതിൻ്റെ എഫക്റ്റ് ആക്ച്വലി റിവേഴ്സ് ആണ്. ബിക്കോസ് ഫ്രൈഡ് സാധനം നല്ലതല്ല. ഇതാകുമ്പം ക്രിസ്പി ആയിട്ടുണ്ട്, വായിക്കകത്ത് നല്ല കറുമുറാന്ന് കടിക്കാനുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഫ്രഷ്നെസ് അതേപോലെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ടേസ്റ്റും നന്നായിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്താൽ പിള്ളേർ വന്ന് കമന്ന് നടന്നിരുന്ന് കഴിച്ചോളൂ അല്ലേ? അപ്പോൾ നമുക്കിത് ഒന്നും കൂടി കഴിച്ചു നോക്കാം. കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. നല്ല ടേസ്റ്റുണ്ട്, സൂപ്പർ. പെട്ടെന്ന് ഉണ്ടാക്കി നമ്മൾ എത്ര നിമിഷ നേരം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക പാൽക്കറി പിന്നെ കോളിഫ്ലവർ കൊണ്ടുള്ള ഈ ഒരു മായാജാലം. അപ്പോൾ ഈ 2 വിഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കിയത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആഴ്ച ഇതേപോലെ നല്ല എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. ബൈ ഫ്രം സാര ആൻഡ് ദീപക്.